തമിഴ്നാട്ടിൽ തന്നെ ആദ്യത്തെ അണക്കെട്ടായ തിരുച്ചിയിലെ കല്ലണയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. വിജയ് ഭവൻ. തിരുച്ചിയിൽ നിന്ന് 21 കിലോമീറ്ററോളം ഉണ്ട് കല്ലണ ഡാമിലേക്ക്. ഇപ്പോൾ നമ്മൾ തഞ്ചാവൂർ റോഡിലേക്ക് തിരിയുന്ന സ്ഥലത്തിൻ്റെ പേര് പാൽപ്പന്ന എന്നാണ്. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ തിരുവരമ്പൂർ എന്നൊരു സ്ഥലം എത്തും. അതിന് മുന്നേ ആയി ഇടതോട്ട് കല്ലണ എന്ന ബോർഡ് കാണാം. അവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കല്ലണ ഡാമിൽ നമ്മൾക്ക് എത്തിച്ചേരാം. ഇനി നമ്മൾക്ക് കല്ലണ ഡാമിനെ കുറിച്ചാകാം വിവരണം. കല്ലണ ഡാം നിർമ്മിച്ചത് കരികാല ചോളൻ AD 2-ാം നൂറ്റാണ്ടിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നമുക്ക് കരികാല ചോളൻ്റെ മണ്ഡപം ആദ്യമൊന്ന് കണ്ടുവരാം. ഇദ്ദേഹം ആരാണെന്ന് എന്നറിയാനുള്ള സർവ്വരേഖകളും ഈ മണ്ഡപത്തിൻ്റെ ചുവരിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സംഘകാലത്തിൽ ജീവിച്ചിരുന്ന ഒരു തമിഴ് രാജാവായിരുന്നു കരികാല ചോളൻ. ചോള രാജാവായിരുന്ന ഇളഞ്ചേട്ട് ചെന്നിയുടെയും രാജകുമാരി വെളിറിൻ്റെയും മകനായിട്ടാണ് കരികാലൻ അറിയപ്പെടുന്നത്. യുവാവായിരുന്ന കാലത്ത് സംഭവിച്ച ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് കരിഞ്ഞു പോകാനിടയായി. അതിൽ നിന്നാണ് കരികാലൻ എന്ന പേര് സിദ്ധിച്ചത് എന്നും ചിലർ കരുതുന്നു. എന്നാൽ മറ്റു പണ്ഡിതന്മാർ കരുതുന്നത് ആനകളുടെ അഥവാ ആനയുടെ മറ്റൊരു പേരായ കരിയുടെ അന്തകൻ എന്ന അർത്ഥത്തിലാണ് ആ പേര് വന്നതെന്ന് വിശ്വസിക്കുന്നു. തഞ്ചാവൂരിനടുത്ത് വെണ്ണിയിൽ വെച്ച് തൻ്റെ സമകാലിക ചേര പാണ്ഡ്യ രാജാക്കന്മാരെ തോൽപ്പിച്ചതായാണ് ഈ ചോഴ രാജാവിൻ്റെ പ്രധാന നേട്ടം. കരികാലൻ്റെ രാജധാനി തിരുച്ചിക്കടുത്ത് ഉഴയൂർ ആണ്. കല്ലണ അക്ഷരാർത്ഥത്തിൽ കല്ലുകൊണ്ട് കെട്ടിയ അണക്കെട്ടാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രാൻഡ് അണിക്കെട്ട് എന്നും പറയുന്നു. കാവേരി നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നമുക്ക് കാണാൻ കഴിയുക. തിരുച്ചിയിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്ററോളം, തഞ്ചാവൂരിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ഇത് തഞ്ചാവൂർ ജില്ലയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ജലനിയന്ത്രണ ഘടന ആണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഇപ്പോഴും ഉപയോഗത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അതിശയകരമായ വാസ്തുവിദ്യ കാരണം ഇത് തമിഴ്നാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇതൊരു തടയണ അണക്കെട്ടാണ്. ഇതിൻ്റെ ഉയരം 18 അടിയും നീളം 1079 അടിയും വീതി 66 അടിയുമാണ്. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് പിന്നിലെ ആശയം നദിയെ ഡെൽറ്റ ജില്ലകളിലേക്ക് തിരിച്ചുവിടുക എന്നതായിരുന്നു. ഈ അണക്കെട്ട് 2ആയിട്ടല്ല 3ആയിട്ടാണ് കാവേരി നദി പിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചുവിടുന്നത്. ഇവിടെ അത്യാവശ്യം ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്, കുളിക്കാനുള്ള അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കുറച്ച് ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ നല്ല ഹോട്ടലുകളോ മറ്റ് ഭക്ഷണശാലകളോ അല്ലെങ്കിൽ മറ്റ് കടകളൊക്കെ കുറവാണ്. ഇനി സഞ്ചാരികൾ കുറവായത് കൊണ്ടാണോ സർക്കാർ സൗകര്യം ഒരുക്കാത്തത്, അതോ സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ടാണോ സഞ്ചാരികൾ കുറവായത് അറിയില്ല. എന്തായാലും വൈകുന്നേരങ്ങളിൽ ഈ അണക്കെട്ടിൻ്റെ മുകളിലൂടെ നടക്കാൻ വല്ലാണ്ടൊരു ആനന്ദം കൊണ്ട് വന്നെത്തിക്കുന്ന കാറ്റുകൾ ശരീരത്തിൽ ഉരസി കടന്നു പോകുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ കുറച്ചധികം മഴയുണ്ടായിരുന്നു. 3-4 പ്രാവശ്യം വന്നെങ്കിലും ഇപ്പോഴാണ് ശരിക്ക് വീഡിയോ പകർത്താൻ കഴിഞ്ഞത്. പുതിയൊരു വീഡിയോയുമായി പിന്നൊരിക്കൽ സന്ധിക്കാം. അതുവരെ വണക്കം.